ഹലോ. നമുക്ക് എല്ലാവർക്കും പല പല സ്ട്രെസ് ഉണ്ടല്ലേ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല പല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ നമ്മൾ പലരും പല രീതിയിലായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ സ്ട്രെസ്സ് അനുഭവിച്ചിരുന്നൊരു സമയം ഞാൻ പി ജി ചെയ്യുമ്പോഴായിരുന്നു. കാരണം ഞാനൊരു അടുക്കും ചിട്ടയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര പാടായിരുന്നു. കറക്റ്റായിട്ടുള്ള രീതിയിലെല്ലാം സബ്മിറ്റ് ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക, അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. ആ സമയത്ത് സ്ട്രെസ് അടിച്ച് പണ്ടാരടിച്ചിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 2 ഡിഫെൻസ് മെക്കാനിസം. ഒന്ന് നെഗ്ലിജൻസാണ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ വല്ലാണ്ട് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. അതിനെ ഞാൻ കണ്ടില്ല എന്ന് പരമാവധി അങ്ങനെ കാണും. പക്ഷേങ്കിൽ അത് പലപ്പോഴും ദോഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചില സമയങ്ങളിൽ അത് നമ്മളെ ഒത്തിരി ടെൻഷൻ അടുപ്പിക്കാതിരിക്കും. രണ്ടാമത് ഞാൻ ചെയ്ത ആ ഒരു കാര്യമാണ് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ. ഞാൻ എൻ്റെ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു വിടും. അപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടാറുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതൊന്നും ഭയങ്കര ഭംഗിയൊന്നും കാണില്ല, എങ്കിലും അതിനൊക്കെ നമ്മുടെ എഫേർട്ടാണല്ലോ, നമ്മുടെ സമയം, നമ്മളതിന് വേണ്ടി എടുത്ത ആ ഒരു ചെയ്യാനെടുത്ത ആ ഒരു എഫേർട്ട്, അതിനൊക്കെയല്ലേ വിലയുള്ളത്. അപ്പോൾ അതൊക്കെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ചെന്തെങ്കിലും തരുമോ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എനിക്കതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം ഞാനിതൊക്കെ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അതൊരു തരം വട്ട്. അങ്ങനെ അതെല്ലാം എൻ്റെ ഒരു പി ജി സമയത്തായിരുന്നു ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നി ഇന്ന് ഇതുകൂട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ള എല്ലാ സാധന സാമഗ്രികളൊന്നും എനിക്കില്ല. ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്തു. ഇപ്പോൾ ഒന്നും വാങ്ങിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ ശരിക്കും ലൈനേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊരു നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഈ കൂട്ടത്തിൽ ഞാൻ ഇവനെയും കൂടെ കാണിക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്താൽ കേട്ടോ. അവളത് കൊണ്ടുപോകാൻ മറന്നു, പിന്നെ ഞാനതിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളിത് ക്യാൻഡിൽ കത്തിച്ച് വെച്ച് നോക്കണം. അപ്പോൾ ഞാനൊരു ക്യാൻഡിൽ എടുത്ത് കത്തിച്ച് വെച്ച് നോക്കി കേട്ടോ. ക്യാൻഡിൽ കത്തിച്ച് വെച്ച് നോക്കിയപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ നേരിട്ട് പ്ലെയിനായിട്ട് കാണുമ്പോൾ ഉള്ളൊരു പ്രത്യേകത ഇച്ചിരി വെട്ടമൊക്കെ വെച്ച് അതിനകത്ത് സെറ്റ് ചെയ്തപ്പം കുറച്ചും കൂടെ ഭംഗി വന്നു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കി. ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു 100-ൽ 50 മാർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലായി. ഒരു ഗ്ലാസ് നശിപ്പിച്ചല്ലോ എന്നുള്ള വേവലാതി കുറച്ചങ്ങ് മാറി കിട്ടി. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. സംഭവം ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് തരിക. ഹാവ് എ നൈസ് ഡേ.